ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസികളായ യജമാനന്മാരായുള്ളവർ അവരെ സഹോദരന്മാരെന്നു വച്ച് അലക്ഷ്യമാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്യത്തിനുള്ളിൽ പൗലോസ് ഓർപ്പിച്ചു പറയുന്നത്, ഏതൊരു യജമാനനും തൻ്റെ കീഴിലുള്ള ദാസന്മാരെ ആദരിക്കുന്നവരായി തീരണം എന്നുള്ളതായ പ്രസ്താവനയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഓർപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന്, മേഖലകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്നാണ് ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ടുള്ളതെന്നും, എന്നാൽ ആ നിലയിൽ ദൈവമക്കളായി തീർന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അധികാരമുള്ളതുകൊണ്ട്, പണമുള്ളതുകൊണ്ട്, ശ്രേഷ്ഠതയുള്ളതുകൊണ്ട്, പേരുള്ളതുകൊണ്ട്, പ്രസിദ്ധിയുള്ളതുകൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കുവാനും അപമാനിക്കുവാനും വേണ്ടി നിങ്ങൾ തുനിയരുതെന്നും, നിങ്ങളെക്കാൾ കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളുമൊക്കെ അനുഭവിക്കുന്ന ആളുകളെയും സഹോദരങ്ങളെപ്പോലെ തന്നെ സ്നേഹിപ്പാനും അവരെയും നമ്മോട് ചേർത്ത് നിർത്തുവാനും നമുക്ക് കഴിയണം. അതാണ് ക്രിസ്തീയ മാർഗം, അതാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന പദങ്ങളാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോഴും ഓർപ്പിക്കുന്നത്, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു എന്നുള്ള പ്രസ്താവനയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നടുവിൽ യജമാനനുണ്ട്, ദാസനുണ്ട്, യഹൂദനുണ്ട്, യവനനുണ്ട്, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ തുടങ്ങി വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ളവർ, പണമുള്ളവരും പണമില്ലാത്തവരും, വീടുള്ളവരും വീടില്ലാത്തവരും, ജോലിയുള്ളവരും ജോലിയില്ലാത്തവരും, പേരുള്ളവരും പേരില്ലാത്തവരും, വ്യത്യസ്തമായ തലങ്ങളിലുള്ളവർ ഒരുമിച്ച് കൂടുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം. അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ദാസൻ യജമാനനെയും യജമാനൻ ദാസനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ക്രിസ്തീയ മാർഗം എന്ന് തന്നെയാണ് ഈ വചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മേക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരെന്നെണ്ണുവാനും എല്ലാവരെയും
ബഹുമാനിപ്പാനും ആദരിപ്പാനും കഴിയേണ്ടതിന് ആ നിലകളിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളൊരിക്കലും ശ്രേഷ്ഠരെന്ന് എണ്ണി മുൻപോട്ട് പോവുകയല്ല. അതിനപ്പുറത്ത് ക്രിസ്തു മാർഗം ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, ഞങ്ങൾ യജമാനനായിരുന്നാലും ഞങ്ങൾ ദാസന്മാരായിരുന്നാലും ഞങ്ങളെല്ലാവരെയും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ തലങ്ങളിൽ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.